ഹായ് ഓൾ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റൈസാണ്. കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ റൈസാണിത്. കുതിര ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ ഫ്രണ്ട് ഷമീൻത പറഞ്ഞാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. പേര് കേട്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു റൈസ് 10-16 വർഷങ്ങൾക്ക് മുന്നേ കണ്ണൂരുകാരുണ്ടാക്കിയിരുന്ന ഒരു റൈസാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് ജുഗ്നു സ്പോട്ട്ലൈറ്റ് എന്ന ചാനലിൽ നിന്നാണ്. ഇതിന് ഇങ്ങനൊരു പേര് വരാനുണ്ടായ ഒരു കഥയുമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി വറ്റൽമുളക് 4-5, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ നന്നായി അരച്ചെടുക്കാം. മുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അരച്ചെടുക്കാം. ഇതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ഒരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇത് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇത് ചിക്കനെ കൊണ്ടാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത്, കുതിരനെ കൊണ്ടല്ല. ഇനി ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബിരിയാണിക്ക് ഇങ്ങനൊരു പേര് വരാനുണ്ടായ ഒരു കാരണമുണ്ട്. ആ ഒരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജുഗ്നു സ്പോട്ട്ലൈറ്റ് എന്ന ചാനൽ വിസിറ്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിവിടെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. പകുതി ഫ്രൈ ആയാൽ മതി, ബാക്കി മസാലയിൽ നിന്ന് വെന്ത് കിട്ടും. ഇതിവിടെ പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പേര് ബിരിയാണി എന്നാണെങ്കിലും ബിരിയാണി പോലെയല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉള്ളി നന്നായി വഴന്നു വന്നാൽ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്തത്. അത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റൈസ് ഉണ്ടാക്കുന്നത് സാദാ ചോറ് വെച്ചിട്ടാണ്, ബിരിയാണി റൈസ് വെച്ചിട്ടല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ വഴറ്റാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമണം പോയാൽ ഇതിലേക്ക് 1/2 കപ്പ് കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, വേവിച്ചിട്ടില്ല. ഇതിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. അതുകൂടി ഒഴിച്ച് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ദമ്മിടാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായി വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മളുണ്ടാക്കുന്ന സാദാ ചോറാണിത്. മട്ട അരി കൊണ്ടോ കുറുവരി കൊണ്ടോ ഉണ്ടാക്കുന്ന ചോറാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഓരോ ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയിലയും ചേർത്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇത് സെർവ് ചെയ്യാം. ഇതിനു വേണ്ടി ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കുന്ന സൈഡ് ഡിഷിനും പ്രത്യേകതയുണ്ട്. ചിറ്റുള്ളി മുളകാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് കെട്ടിവെക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതിൻ്റെ കൂടെ കുടിക്കാനായി കാവ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ. പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഡെസേർട്ട് കൂടിയുണ്ട് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ. ഇളനീർ വെച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ഞാനും ഉണ്ടാക്കിയിട്ടില്ല. ഇളനീറിൽ വറുത്ത അവിലും ചെറിയ പഴവും മിക്സാക്കി ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണത്. ഇളനീർ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.